ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് 150 രൂപ കിട്ടുന്ന ഒരു ലൂട്ടാണ്. അത് നമ്മൾ മുമ്പ് ഇട്ടിട്ടില്ല, എവിടെ ഇട്ടിട്ടില്ല. ഇതൊരു ഫ്രഷ് ലൂട്ടാണ്, പുതിയൊരു ലൂട്ടാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സോ അത് മിസ് ചെയ്യാതെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്കയായിട്ട് 150 രൂപ കിട്ടും. അതെങ്ങനെ കിട്ടുന്നതെന്നുള്ളത് എല്ലാം ലൈവായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കണ്ടാൽ മതി. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരുപാടധികം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ താണ്ടേ കുറച്ച് നാളെ നമ്മൾ വീഡിയോ ഇട്ടിട്ട്, പക്ഷെ നമ്മൾ എന്നു പറഞ്ഞാൽ നമ്മൾ ടെലിഗ്രാമിൽ ആക്റ്റീവ് ആയിരുന്നു. ടെലിഗ്രാമിൽ ഒരുപാട് ലൂട്ട്സ് ഇട്ടിട്ടുണ്ട്. റീചാർജ് ചെയ്യുന്ന രീതിയിലുള്ള ആപ്പിൻ്റെ ഓഫർ, 25 പെർ റെഫറൽ ആപ്പിൻ്റെ ഓഫർ, പിന്നെ 150 രൂപ വിഡ്രോ ചെയ്യുന്ന വേറൊരു ഓഫറാണ്. അതല്ല ഈ ഒരു വീഡിയോ. പിന്നെ 500 രൂപ കിട്ടിയ ഒരു ആപ്പിൻ്റെ, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉള്ള, അതായത് വീഡിയോ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഓഫേഴ്സ് ഒരുപാട് എണ്ണം വന്നിരുന്നു. അതൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് ഒരുപാട് പേർക്ക് അങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും കേട്ടോ. നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉപകാരപ്പെടും. നമ്മുടെ വീഡിയോ കണ്ട് 7 മണിക്ക് വരുന്ന കാര്യം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അറിയിച്ചത്. അപ്പോൾ ഇതേപോലത്തെ നോട്ടിഫിക്കേഷൻ ഞാൻ ടെലിഗ്രാം ചാനലിൽ വരും. അതുപോലെ തന്നെ ടെലിഗ്രാം ഇല്ലാത്തവർക്ക് വാട്സാപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. സോ ഇനി കൂടുതൽ പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓഫർ ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓഫർ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഇൻ്റർഫേസിലൊക്കെ വരെ ഇവിടെ നിങ്ങൾ UPID അടിച്ചു കൊടുക്കുക. അതിനുശേഷം അയാമിനോട്ട് റോബോട്ട് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. UPID എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു UPID ഉണ്ടോ ആ UPID കൊടുക്കാം. ഓക്കെ, ആ UPIDയിലേക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് വരും. ഓക്കെ, നിങ്ങൾക്ക് UPID കാണുമല്ലോ. അപ്പം ബാങ്കുള്ളവർക്കും PayTM ഉള്ളവർക്ക് ഫോൺപേ എല്ലാവർക്കും UPID ഉണ്ട്. അപ്പോൾ UPID ഇവിടെ കൊടുത്തതിന് ശേഷം അയാമിനോട്ട് റോബോട്ട് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ നേരെ താണ്ട ഈ ഒരു പേജിലേക്കായിരിക്കും വരും. ഇവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ ആൻ അക്കൗണ്ട് നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഒരു OTP സെൻഡ് ചെയ്യും. ആ OTP നിങ്ങളവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. സ്കിപ്പ് ചെയ്തേക്ക്. അതിനുശേഷം ഇവിടെ ആയിട്ട് ഇമെയിൽ ID ചോദിക്കും. നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമെയിൽ IDയിലേക്ക് OTP വരും. ആ OTP കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നിങ്ങളെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ മാത്രമാണ് ഇത്. ഓക്കെ, പാൻ കാർഡ് എല്ലാം സെറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു 3 ടിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഇത് വെരിഫൈ ആയോ എന്ന് നോക്കുക. അതായത് ഇതൊക്കെ നിങ്ങളുടെ പേരാണോ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണോ നോക്കിയിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഈ രണ്ടാമത്തെ 20 റുപ്പീസ് ബ്രോക്കറേജ്, ഇത് നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ് കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് വിത്ത് 0 ഐ പ്രിഫർ ദാറ്റ് 0 റുപ്പീസ് ബ്രോക്കറേജ് ഓർഡർ അക്കൗണ്ട്, അത് കൊടുക്കുക കേട്ടോ. അല്ലാതെ മറ്റേതല്ല. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഓപ്ഷൻ വരും. ഇവിടെയായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് വരുന്നതായിരിക്കും ഐ വിൽ പേ AMC ക്വാർട്ടർലി എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ 0 റുപ്പീസ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും പേ ചെയ്യേണ്ടതല്ല. നമ്മളിവിടെ പേ നോ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് പിടിക്കില്ല, കാരണം 0 റുപ്പീസാണ്, ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ ആണ്. അത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ റെഫർ ചെയ്യേണ്ട, ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ കൊടുക്കുക. നിങ്ങളെ ഡിവൈസ് ലൊക്കേഷൻ അലോ ചെയ്യുക. അതിനുശേഷം എലോ കാര്യങ്ങളെല്ലാം കൊടുത്ത് ക്യാമറയ്ക്കുള്ള പെർമിഷൻ എല്ലാം കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ ക്യാമറ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണേ. നിങ്ങൾ സെൽഫി വെച്ച് അപ്ലോഡ് ചെയ്താൽ മതി. പറ്റിയില്ലെങ്കിൽ റീടേക്ക് അടിക്കുക, കൊള്ളത്തില്ലെങ്കിൽ. അതിനുശേഷം കൺഫേം അടിക്കുമ്പോൾ നിങ്ങൾ സിഗ്നേച്ചർ അടിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ സിഗ്നേച്ചർ ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ അവിടെ ടൈപ്പ് ചെയ്തും കൊടുത്താൽ മതി ഇങ്ങനെ. അതിനുശേഷം ഇത് കൺഫേം ആണോ, അല്ലെങ്കിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ റീസെറ്റ് അടിക്കുക. അതിനുശേഷം കൺഫേം ആണെങ്കിൽ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ അടുത്ത പേജിലേക്ക് വരും. നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ സെർച്ച് ചെയ്യാൻ നെയിം. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. അതിനുശേഷം IFSC ഓർ ബ്രാഞ്ച്, അതായത് IFSC കോഡ് കൊടുത്താൽ മതി. IFSC കോഡ് അക്കൗണ്ട് നമ്പർ IFSC കോഡ് ഉണ്ടല്ലോ, അതിനകത്ത് IFSC കോഡും കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് നമ്പറും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് വെരിഫൈ എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ആ വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈങ് യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് വെരിഫൈഡ് ആവും. വെരിഫൈഡ് ആയതിനു ശേഷം നിങ്ങൾ മെയിലാണെന്ന് അല്ലെങ്കിൽ ഫീമെയിൽ ആണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ മാരേജ് സ്റ്റാറ്റസ്, നിങ്ങൾ സിംഗിൾ ആണോ മാരീഡ് ആണെന്ന് കൊടുക്കുക. നിങ്ങൾ ഫാദർ സ്പൗസ് നെയിം അത് കൊടുക്കുക കേട്ടോ. അതായത് നിങ്ങൾ ഫാദറിൻ്റെ നെയിം കൊടുക്കുക. സ്പൗസ് ഒന്ന് സെലക്ട് ചെയ്യേണ്ട, ഈ ഫാദറിനെ കൊടുത്തിട്ട് നിങ്ങൾ ഫാദറിൻ്റെ നെയിം കൊടുക്കുക. ആനുവൽ ഇൻകം എത്രയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് പറയുന്നത് കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ആനുവൽ ഇൻകം ഒരു ഇതിൽ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചതിന് ശേഷം സെലക്ട് ഒക്യുപ്പേഷൻ ഭാഗത്ത് നിങ്ങളെ ഒക്യുപ്പേഷൻ കൊടുക്കുക. സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കുക. എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നോ എക്സ്പീരിയൻസ് കൊടുക്കുക. നോ എക്സ്പീരിയൻസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത് നോമിനി ആഡ് ചെയ്യാൻ ചോദിക്കും. നോമിനി വേണ്ട, നമുക്കത് നോ കൊടുക്കാം. ഓക്കെ, നോ കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ് ടു ആക്ടിവേറ്റ് സെഗ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് വേണ്ട, നോ കൊടുത്താൽ മതി. ഓക്കെ, അതും കൊടുത്ത് നോ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം
നിങ്ങൾ അടുത്ത ഓപ്ഷനിലേക്ക് ചെല്ലുന്നതായിരിക്കും. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ആധാർ, അതായത് ക്ലിക്ക് ഹിയർ ടു ഈ സൈഡിനുള്ള ഓപ്ഷൻ കൊടുക്കുക. ആധാർ കൊടുക്കുന്നതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല, ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ മാത്രമാണിത്. ഒരിക്കലും നമ്മളത് ക്യാഷോ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് മിസ്യൂസ് ആവുകയൊന്നും ചെയ്തില്ല. ഇവിടെ ഒരു ടിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആധാർ കാർഡ് നമ്പർ അവിടെ അടിച്ചതിന് ശേഷം സെൻഡ് OTP കൊടുക്കുമ്പോൾ ആധാർ കാർഡ് ലിങ്ക്ഡ് ആയിട്ടുള്ള നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളത് സബ്മിറ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളിത് ഇതേപോലെ കണ്ടേ ലോഗിൻ നൗ വിത്ത് ബിലോ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോഗിൻ കാണാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. ലോഗിൻ നൗ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. അതിനുശേഷം ആപ്പ് സ്റ്റോറുള്ളവർ കുറേ പേര് ചോദിച്ചായിരുന്നു ഈ ഒരു ഓഫറൊക്കെ ഇങ്ങനെ ഉണ്ടോ ആപ്പ് സ്റ്റോറുള്ളവർക്ക്. അങ്ങനെയാണെങ്കിൽ ആപ്പ് സ്റ്റോർ ക്ലിക്ക് ചെയ്ത് ആപ്പ് സ്റ്റോർ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ വഴി ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വെബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഞാനിപ്പം അത് ബ്ലർ ചെയ്ത് വെച്ചേക്കാണ്. അവിടെ നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ട്, അതായത് നിങ്ങളെ ലോഗിൻ ചെയ്യേണ്ട നമ്പരും അതൊക്കെ. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ വെബിലോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേയിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ നിങ്ങളത് ലോഗിൻ ചെയ്യാൻ മറക്കരുത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണം കേട്ടോ, മസ്റ്റായിട്ടും ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം അത്രയുള്ള പരിപാടി. നിങ്ങൾക്ക് 300 രൂപ അപ്പം തന്നെ കിട്ടത്തില്ല, നിങ്ങൾക്ക് 300 രൂപ ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടും. ഓക്കെ, അവർ 48 മണിക്കൂറാണ് പറയുന്നതെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ പക്കയായിട്ട് കിട്ടും. ഇന്നും കൂടി പേയ്മെൻറ്റ് അയച്ചതേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പക്ക പേയ്മെൻ്റ് ആണ്. നിങ്ങളാരും മിസ് ചെയ്ത് കളയരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതേപോലെ കറക്റ്റായിട്ടെല്ലാം ചെയ്തിട്ട് അവസാനം ലോഗിൻ ചെയ്തിടുക. പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് കിട്ടുന്ന ഒരു കിടിലം പരിപാടിയാണ്. 150 രൂപ നിങ്ങൾക്ക് പക്കയായിട്ട് കിട്ടും. ഞാൻ പറയുന്ന കണക്ക് ഡയറക്റ്റായിട്ട് ചെയ്താൽ മതി. ഇതാണ് ആ 150 രൂപ കിട്ടിയതിൻ്റെ പ്രൂഫ്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. 7 രൂപയ്ക്ക് റിസീവ് ചെയ്താണ് ഇന്ന് പേയ്മെൻറ്റ് കൊടുത്തതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം പക്കയാണ്, ആരും മിസ് ചെയ്ത് കളയരുത്. നിങ്ങൾക്കും പക്കയായിട്ട് പേയ്മെൻറ്റ് കിട്ടും. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു ഓഫർ ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ആയിരിക്കും നമ്മളവിടെ പറയും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഫോളോ ചെയ്യുക.